ബോർഡിലേക്ക് നോക്കുക. നമുക്കിനി അടുത്തതായിട്ട് ആരുടെ കാര്യം പറയാനുള്ളത്? ഓഡ് നമ്പർ സീക്വൻസിന്റെ ജനറൽ ഫോം അഥവാ ഓൾജിബ്രിക് ഫോമിനെ കുറിച്ചാണ് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയതുപോലെ തന്നെ 2 കോളം വരയ്ക്കുന്നു. ഏതൊക്കെയാണ്? പൊസിഷനും ടേം. നോക്കാം. ഓഡ് നമ്പർ സീക്വൻസിന്റെ ഫസ്റ്റ് പൊസിഷനിലുള്ള ടേം ആരാ? 1. ആ 1നെ ഞാൻ ഇങ്ങനെ എഴുതിയാൽ ശരിയാകുമോ എന്ന് നിങ്ങൾ പറയണം. 2 × 1 - 1 ആണോ 1? 2 × 1 2. ആ 2ൽ നിന്ന് 1 കുറച്ചാൽ 1. അടുത്തത് 2 × 2 -1. 2 × 2 4. 4ൽ നിന്ന് 1 കുറച്ചാൽ 3. അതല്ലേ രണ്ടാമത്തെ ടേം. അപ്പൊ അടുത്ത എങ്ങനെ എഴുതും പറഞ്ഞാട്ടെ? 2 × 3 -2 × 3 എത്ര? 6 - 1. ഇതല്ലേ തേർഡ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഓഡ് നമ്പർ സീക്വൻസിന്റെ ഒരു ജനറൽ ഫോം? എല്ലായിടത്തും 2 × 2 × 2 × അപ്പൊ അങ്ങനാണെങ്കിൽ ഇതിന്റെ ടേമിനെ നമുക്ക് 2 × ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. ആ 2ന്റെ കൂടെ ഇൻഡു ചെയ്തിരിക്കുന്ന നമ്പർ ആരാ? അതിന്റെ പൊസിഷനാ. ആരാണ്? അപ്പൊ 2 × പൊസിഷൻ. അവിടെ കൊണ്ട് നിർത്തിയ പരിപാടി ഇല്ല. അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നു, 1 കുറച്ചിരിക്കുന്നു. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? വൃത്തിയുടെ ശബ്ദം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല. അപ്പൊ ടേമിനെ നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെ സൂചിപ്പിക്കും? xn. എങ്ങനെ എഴുതും? ഈക്വൽ 2 × പൊസിഷനെ എന്തുകൊണ്ട് സൂചിപ്പിക്കും? n മൈനസ് എന്തായിരുന്നു ഇതുകൊണ്ടുള്ള പ്രയോജനം? ജനറൽ ഫോം കിട്ടി. അല്ല, അതുകൊണ്ടുള്ള പ്രയോജനം ഈ സീക്വൻസിലെ ഏത് പൊസിഷനിലുമുള്ള ആളിനെ കണ്ടുപിടിക്കാൻ എന്നിന്റെ സ്ഥാനത്ത് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദി 25th ടേം ഓഫ് ദിസ് സീക്വൻസ്? ഈ സീക്വൻസിലെ 25ാമത്തെ ടേം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ നിരത്തിപ്പിടിച്ച് 25 വരെ എഴുതണ്ട. പകരം എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 25. സോ x25 ഈക്വൽ 2 × 25. എത്ര? അത് 50 - 1. അപ്പൊ കാര്യം പിടി കിട്ടിയല്ലോ. ജനറൽ ടേം കൊണ്ടുള്ള പ്രയോജനം പിടി കിട്ടിയല്ലോ. എഴുതിയാട്ടെ. എഴുതാത്തവര് എഴുതുക. എഴുതിക്കൊണ്ട് വന്നവർ ഇങ്ങനെയാണോ എഴുതിയതെന്ന് ചെക്ക് ചെയ്യുക. എന്തു എഴുതി? ഇതുകൊണ്ട് മിണ്ടുന്നില്ല. 2 സീക്വൻസുകൾ എഴുതി. അവരുടെ എന്തു എഴുതി? ജനറൽ ഫോം എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഓൾജിബ്രൈക് ഫോം. അതല്ലേ നമ്മുടെ ഹെഡിങ് എന്ന് പറഞ്ഞു. നമ്മള് ഓൾറെഡി പഠിച്ചു തീർന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. എന്തിന്റെ പേര്? അതിന്റെ ജനറൽ ഫോമിനെ കുറിച്ചൊന്ന് ആലോചിക്കാൻ പോകണം. ഒന്നുകൂടെ, അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം അഥവാ ഓൾജിബ്രിക് ഫോമിനെ കുറിച്ചൊന്ന് ആലോചിക്കാൻ പോകണം. അപ്പൊ നമ്മള് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യും. അതിന്റെ ഫസ്റ്റ് ടേം സാധാരണഗതിയിൽ നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? x1. എന്താണ്? ബുക്കൊക്കെ അടച്ചൊക്കെ ഞാൻ പറഞ്ഞാൽ അതിന് ഞാൻ തൽക്കാലത്തേക്ക് f എന്ന് വിചാരിക്കും. എന്ത് വിചാരിക്കും? എന്താണ് f എടുത്തതിന്റെ ലോജിക്ക്? ഫസ്റ്റ് ടേം എന്നതിന്റെ ഫസ്റ്റ് ലെറ്റർ. ഇവിടെ കിട്ടിയോ? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കുറെ നാൾ പഠിപ്പിച്ചിരുന്നപ്പോഴും ഈ ലെറ്റർ എ ആയിരുന്നു. എന്തായിരുന്നു? ഇപ്പൊ പുതിയ പുസ്തകത്തിലാണ് എന്ത് വന്നിരിക്കുന്നത്? എ ആണോ എഫ് ആണോ എന്നുള്ളതിലല്ല കാര്യം, എഴുതുന്നത് കറക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പുസ്തകത്തിലെ ലെറ്റർ തന്നെ ഉപയോഗിക്കാം. എന്ത് ലെറ്റർ? എഫ്. ഇനി അടുത്തത്, ആ അരിത്തമെറ്റിക് സീക്വൻസിന് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും.
അതെന്തായിട്ട് എടുക്കുന്നു? ഡി. നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതുകൊണ്ടാണ് എഫും ഡിയും ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം എന്തായിട്ട് എടുക്കുന്നു? ഉണ്ടെന്നില്ല, എഫ് ആയിട്ട് എടുക്കുന്നു. കോമൺ ഡിഫറൻസ് ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. ഫസ്റ്റ് ടൈം ഈക്വൽ x1 ആണോ? ഈക്വൽ എഫ് എന്നാണല്ലോ എഴുതി വെച്ചേക്കുന്നത്. ഇതിനെ ഞാൻ എഫ് പ്ലസ്, ഇത് വീട്ടിൽ പോയിട്ട് ഓടി എന്ന് വായിക്കരുത്, 0d എന്ന് വായിക്കണം. എങ്ങനെ വായിക്കണം? ശരിയാണോ? 0 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 0 ഇൻറ്റു കോമൺ ഡിഫറൻസ് 0 ഇൻറ്റു കോമൺ ഡിഫറൻസ് 0. അത് ആരോട് കൂടി കൂട്ടുന്നു? എഫിനോട്. എന്ത് തന്നെ തിരിച്ചു കിട്ടും? നിങ്ങൾ ഈ വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ എഴുതണം? ആ എഫ് മര്യാദയ്ക്ക് അവിടെ എഴുതിയാൽ പോരെ ഞാൻ ആലോചിക്കുന്നില്ലേ? അത് പുറകാലെ വരുമ്പോ മനസ്സിലാകും ഞാൻ എന്തിനാണ് അവിടെ അങ്ങനെ എഴുതി വെച്ചത്. അപ്പൊ ഒന്ന് പറഞ്ഞാട്ടെ, x1 ഈക്വൽ എഫ് പ്ലസ് 0d. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്തത് സെക്കൻഡ് ടൈം. സാധാരണഗതിയിൽ നമ്മൾ സെക്കൻഡ് ടൈമിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? x2. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു? ഫസ്റ്റ് ടൈമും ഉണ്ട്, കോമൺ ഡിഫറൻസും ഉണ്ട്. അപ്പൊ സെക്കൻഡ് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ടൈമിനോട് കൂടി കോമൺ ഡിഫറൻസ് കൂട്ടുന്നു. ഫസ്റ്റ് ടൈം ആരാ? എഫ് പ്ലസ്. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതി വെക്കാം, x2 ഈക്വൽ എഫ് പ്ലസ്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടൈം ഏതാ? പറഞ്ഞോ. തേർഡ് ടൈം. അപ്പൊ തേർഡ് ടൈം ഈക്വൽ x3. ഇത് സാധാരണഗതിയിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നു? സെക്കൻഡ് ടൈമിനോട് കൂടി കോമൺ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്യും. സെക്കൻഡ് ടൈം എന്താണ്? എഫ് പ്ലസ് ഡി പ്ലസ് ഡി ഈക്വൽ എഫ് പ്ലസ് ഡി പ്ലസ് ഡി. ഡി സ്ക്വയറോ? ഡി പ്ലസ് ഡി 2d. ഡി ഇൻറ്റു ഡി ആണ് ഡി സ്ക്വയർ. ഡി പ്ലസ് ഡി 2d. അപ്പൊ നമുക്ക് ഇങ്ങനെ ചുരുക്കി എഴുതാം, x3 ഈക്വൽ എഫ് പ്ലസ് 2d. ബുദ്ധിമുട്ടെന്തെങ്കിലും? ഒരു ടൈം കൂടെ എഴുതി നമുക്ക് നിർത്താം. അടുത്ത പറഞ്ഞാട്ടെ, ഫോർത്ത് ടൈം. പറഞ്ഞാട്ടെ, x4 എങ്ങനെ കണ്ടുപിടിക്കും? x3 പ്ലസ് ഡി. x3 എത്ര? എഫ് പ്ലസ് 2d പ്ലസ് ഡി. ആൻസർ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതി വെക്കാം? x4 ഈക്വൽ എഫ് പ്ലസ്. ഇത്രയും കാര്യം ഓക്കെ ആയോ? ഇത് നമ്മൾ ഇങ്ങനെ ജനറൽ ആയിട്ട് എഴുതി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോ ഇതിനൊരു ജനറൽ ടൈം കാണുമല്ലോ. ആ ജനറൽ ടൈമിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എന്തായിരുന്നു? xn. എന്താണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇനി ശ്രദ്ധിക്കും. ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ എഫ് ഉണ്ട്, സെക്കൻഡ് ടൈം എഴുതിയപ്പോൾ എഫ് ഉണ്ട്, തേർഡ് ടൈം എഴുതിയപ്പോൾ എഫ് ഉണ്ട്, ഫോർത്ത് ടൈം എഴുതിയപ്പോഴും ആരുണ്ട്? അങ്ങനെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ജനറൽ ടൈം എഴുതുമ്പോഴും ആരവിടെ കാണും? എഫ് അവിടെ കാണും. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? അതിനുശേഷം എല്ലായിടത്തും പ്ലസ് 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 പ്ലസ്. അപ്പൊ ഇവിടെ എന്ത് വരും? പ്ലസ്. ഇനി ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ 0d, സെക്കൻഡ് ടൈം എഴുതിയപ്പോൾ ഡി. ഡി മീൻസ് 1d. ഏത് ഡി? 1d. തേർഡ് ടൈം എഴുതിയപ്പോ 2d. ഫോർത്ത് ടൈം എഴുതിയപ്പോ എന്തേലും ലിങ്ക് കിട്ടുന്നുണ്ടോ? പൊസിഷനിൽ നിന്ന് ഒന്ന് കുറച്ചിട്ടാണ് ഡിയുടെ കൂടെ എഴുതിയിരിക്കുന്നത്. 1 വന്നപ്പോ 0, ഒന്നിനേക്കാൾ 1 കുറവാണ് 0. 2 വന്നപ്പോൾ ഇവിടെ 1, നമ്പർ ഒന്നും ഇല്ലെങ്കിൽ 1 എന്നാണ് അർത്ഥം. 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴാണ് 1 കിട്ടുന്നത്. അടുത്തത് 3 വന്നപ്പോ 2, 3ൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴാണ് 2 കിട്ടുന്നത്. അടുത്തത് 4 വന്നപ്പോൾ
3. 4ൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് ജിതിൻ മോനെ 3 എന്ന് പറയുന്നത്. അങ്ങനാണെങ്കിൽ ഇവിടെ എന്ന് വരുമ്പോഴോ n-1 ഇൻറ്റു ഇതാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം അഥവാ ജനറൽ ഫോം. എന്താണ്? xn ഈക്വൽ f പ്ലസ് n-1 ഇൻറ്റു d. ഒന്നുകൂടെ xn ഈക്വൽ f പ്ലസ് n-1 ഇൻറ്റു ഇത് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അവരിങ്ങനെയാണ് പഠിച്ചത്, a പ്ലസ് n-1 ഇൻറ്റു d. അപ്പൊ ആ എക്ക് പകരം പുസ്തകത്തിൽ എന്ത് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. കാര്യം പിടി കിട്ടിയല്ലോ. എഴുതിയാട്ടെ. ആ ബോർഡെ കിടക്കുന്ന പോലെ എഴുതിക്കോളാം. ഒരു ചോദ്യം, ഈ ജനറൽ ഫോം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഓൾറെഡി നമ്മൾ 2 കണക്കി പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ജനറൽ ഫോം കൊണ്ടുള്ള പ്രയോജനം എന്താ? ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏത് പൊസിഷനിലുമുള്ള ടേമിനെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ 2 പേരെ അറിയണം. ആരൊക്കെയാ 2 പേര്? ഫസ്റ്റ് ടേമും അറിയണം. ഇത് രണ്ടും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് 50ാമത്തെ ടേം ചോദിച്ചാൽ എന്നിന്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കണ്ടുപിടിക്കാൻ പറ്റൂ? 50 ഇട്ട് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ ആരെയൊക്കെ അറിയണം? ഫസ്റ്റ് ടേമും അറിയണം, കോമൺ ഡിഫറൻസും അറിയണം. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി ഇതേ ഇക്വേഷന് നിങ്ങളുടെ പുസ്തകത്തിൽ ചെറിയ ചില രൂപമാറ്റങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒന്ന് ബോർഡിലേക്ക് നോക്കിയിരുന്നേ. നമ്മുടെ ഇക്വേഷൻ എന്താ ഇപ്പൊ കിട്ടിയത്? xn is equal to അപ്പൊ xn ഈക്വൽ f ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഇതൊരു ബ്രാക്കറ്റ് അല്ലേ? ബ്രാക്കറ്റ് ഗുണിക്കാൻ അറിയാമല്ലോ. ആദ്യം n-ഉം d-യും കൂടെ ഗുണിക്കണം. അപ്പൊ എന്ത് കിട്ടും? nd -1-ഉം d-യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. -d. ഒന്നുമില്ല, ഇതൊന്ന് ബ്രാക്കറ്റ് ഗുണിച്ച് എഴുതിയിരിക്കണം. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ട്? അപ്പോൾ ഇതിന് പോലെ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. xn ഈക്വൽ നിങ്ങളുടെ പുസ്തകത്തിലെ രീതിയിലാണെങ്കിൽ nd എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? dn. nd തന്നെയാണ് dn. ഇതോടൊന്നുമില്ലല്ലോ. പ്ലസ് f മൈനസ് d. ശരിയാണോ? ഇത് രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് കമ്പൈൻ ചെയ്തു. ഇങ്ങേറ്റത്ത് കിടന്ന എഫും അങ്ങേറ്റത്ത് കിടക്കുന്ന -d-യും കൂടെ ചേർത്ത് f മൈനസ് d പ്ലസ് nd ആരായിട്ട് എഴുതി? ഇങ്ങനൊരു സംഗതി കൂടെ പുസ്തകത്തിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രോബ്ലത്തിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചാലും എല്ലാം കിട്ടുന്ന ആൻസർ ഒരേ ആൻസർ തന്നെ ആയിരിക്കും. അതിന്റെ ബാക്കിയായിട്ട് ഇത് രണ്ടും ഒന്ന് എഴുതിയിട്ടാട്ടെ. ഇപ്പോൾ എഴുതിയതിന്റെ ബാക്കിയായിട്ട് ഇത് രണ്ടും ഒന്ന് എഴുതിയിട്ടാട്ടെ. ചെക്കുന്നേ വായിച്ചോ. ദി ഓൾജിബ്രൈക് ഫോം ഓഫ് എനി അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വെച്ചാൽ ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും ഓൾജിബ്രിക് ഫോം ബീജഗണിത രൂപം എല്ലായ്പ്പോഴും എന്ത് രൂപത്തിലായിരിക്കും? xn ഈക്വൽ an പ്ലസ് b എന്ന് പറയുന്ന രൂപത്തിൽ ആയിരിക്കും. അതിലെ n എന്താണെന്ന് നിങ്ങൾക്കറിയാം. n എന്തുവാ? പൊസിഷനെ സൂചിപ്പിക്കും. ഈ എയും ബിയും ആരാ? താഴെ എഴുതി വെച്ചിട്ടുണ്ട്. വേർ a ആൻഡ് b ആർ സ്പെസിഫിക് നമ്പേഴ്സ്. എന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും സ്ഥാനത്ത് എന്ത് വരും? ചില നമ്പറുകൾ വരും. എന്ത് വരും? തൽക്കാലം അത്ര ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് 1ാമത്തെ എക്സസൈസിലെ ഓരോ കണക്ക് ചെയ്യുമ്പോഴും നമുക്കിത് ക്ലിയർ ചെയ്യാം. ഇത്രയും കാര്യം ഓക്കെ ആയല്ലോ. ശരി, നോട്ട്ബുക്ക് മടക്കി വെക്കാം, വർക്ക് ബുക്ക് എടുക്കാം.